വടൻമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF അംഗങ്ങൾ നടത്തുന്ന പ്രചരണവും അവിശ്വാസ പ്രമേയ ഭീഷണിയും അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി. പദ്ധതി നടത്തിപ്പിൽ കുറവ് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പണം നൽകാത്തതുകൊണ്ട് മാത്രമാണ്. പഞ്ചായത്തുകൾക്ക് പണം നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും ഭരണപരാജയവും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ള തട്ടിപ്പ് മാത്രമാണിപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അവിശ്വാസ പ്രമേയമെന്നും സുരേഷ് മാനങ്കേരി ആരോപിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചതുമൂലം പഞ്ചായത്തിന് 2 കോടിയോളം രൂപ നഷ്ടമുണ്ടായതായും LDF അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സാമ്പത്തിക വർഷം 4,19,42,000 രൂപയാണ് മുഴുവൻ വാർഡുകൾക്കുമായി മാറ്റിവെച്ചത്. എന്നാൽ ഈ ഫണ്ട് പകുതിയോളം വെട്ടിക്കുറച്ചതായി സർക്കാർ ഉത്തരവിറക്കിയെന്നും ബാക്കി ലഭിച്ച തുക ലാപ്സ് ആക്കിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് പണം ലഭ്യമാക്കുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കം ഇടത് അംഗങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട്, സർക്കാർ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് ജനപ്രതിനിധികളെ റോഡിലിട്ട് ഭരണസമിതി അംഗങ്ങളെ ചിലപ്പോൾ ചീത്ത വിളിച്ചിരിക്കാം. ആ ചീത്ത ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തലക്കോട്ട് വെച്ച് കിട്ടുന്ന ആ പാവം നിർത്തിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഫണ്ട് കിട്ടാത്തതിന്റെ കാരണം എന്നാന്ന് അന്വേഷണം നടത്തിയിട്ട് എല്ലാവരും കൂടെ സഹകരിച്ച ഒരു റിസർച്ച് ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് മേടിക്കുന്ന പണി ചെയ്തിട്ട് പാവപ്പെട്ട പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്ന മാർഗം നോക്കുക. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് തലയോട്ട് വെച്ച് കിട്ടാൻ നോക്കിയാൽ ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല. നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്കകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം നിൽക്കണം. സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഭരണകക്ഷിയുടെ അംഗങ്ങൾ പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരാജയം മൂലമാണ് ഫണ്ടില്ല എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ഒരു പഞ്ചായത്തോട് തലക്കെട്ട് ഞാൻ തന്നെ 2,80,00,000 രൂപയുടെ വർക്ക് നടന്നത് എന്റെ കടക്കാട് മൊത്തം വിട്ട് ഞാൻ വലിച്ചെടുത്തുകൊണ്ട് കൊടുക്കണമായിരുന്നു പഞ്ചായത്തിൽ. അല്ല, ഞാൻ കൊടുക്കണമായിരുന്നു. സർക്കാരിനോട് പണം മേടിക്കണം. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും നെറ്റിത്തൊഴു, ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചത് UDFന്റെ ഭരണസമിതിയുടെ കാലത്താണെന്നും സുരേഷ് മാനങ്കേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണക്കര. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.